എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ സിറ്റ് ഔട്ടിലിരിക്കുമ്പോഴാണ് നമ്മൾക്കൊരു പുതിയ ബോട്ട് നമ്മുടെ ഒരു പുതിയ ബോട്ടാണ് കേട്ടോ പുഴയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടല്ലെങ്കിലും നമ്മുടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴയിൽ കൂടി പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണിക്കാമല്ലോ. പുതിയ തോരണങ്ങളും പുതിയ പെയിൻ്റൊക്കെ അടിച്ച് ബോട്ട് പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമുക്ക് കാണുമ്പോൾ ഒരു രസം. എന്ന് വെച്ചാൽ ഒരു പുഴയിൽ കൂടി ഒരു പുതിയതായിട്ട് സൈലൻ്റായിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു നല്ലൊരു കാഴ്ചയുണ്ടത്. പിന്നെ പുഴ ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. എന്നാലും പുഴയിൽ നല്ല വെള്ളപ്പൊക്കം കൊണ്ടിട്ടാണ് മലവെള്ളം വന്നിട്ടേ കണ്ട റോട്ടിലോട്ടാണ് വെള്ളം അടിച്ച് കയറുന്നത്. പിന്നെ നമുക്ക് വേറെ ദുരന്തങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഇപ്പോൾ അതിനെയൊക്കെ സമാധാനിക്കുക, വെള്ളം ഇങ്ങനെയൊക്കെ കയറാനൊക്കെ സമാധാനിക്കുക. നമുക്ക് വീട്ടിലോട്ടൊന്നും കയറണില്ലല്ലോ. എല്ലായിടത്തും വലിയ വലിയ മലവെള്ളം വന്നിട്ട് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. മലയിലായാലും നാട്ടിലായാലും പലയിടത്തും പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നുമല്ല. പിന്നെ നമുക്ക് ഞാൻ ഈ വെന്തിച്ചെടി നട്ടല്ല, അതിന് ഈ മഴവെള്ളം വന്നിട്ട് ചെളിയിട്ട് കിടക്കണ മണ്ണുണ്ടായിരുന്നു, ചെളിയായിട്ട് ഇതായിട്ട് കിടക്കണത്. അത് ഞാൻ ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ നല്ല വളമാണ് ആ ചെളി മണ്ണി. ചെടിക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വളത്തിനെല്ലാം വേറെ ബെറ്ററായിട്ട് വേറെ വളങ്ങളൊന്നുമില്ല, നല്ല വളമാണത്. പിന്നെ എന്താണ് അത് അട പോലെ ഇരിക്കണം, അതൊന്നും എല്ലായിടത്തോട്ട് പരത്തി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഓരോടത്ത് മാത്രം നീങ്ങണില്ല മണ്ണ് മമ്മൂട്ടി കൊണ്ട് ഇളക്കിയിട്ടേ. അപ്പോൾ ഞാനൊരു കോലെടുത്ത് വെച്ചിട്ട് അതൊന്നും എല്ലായിടത്തുനിന്നും പരത്തിയിട്ട് കൊടുക്കുകയാണ്. കണ്ടാൽ നല്ല കറുത്ത മണ്ണല്ലേ, നല്ല വെള്ളമാണ്. പിന്നെ അതിൻ്റെ മേലെ ഇത്തിരി നല്ല മണ്ണ്, ഈ റോട്ടിൽ തന്നെ മണ്ണിട്ട് നമ്മ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങണ മണ്ണേ, വണ്ടിയിൽ നിന്ന് പോരുമല്ല, കാറും ടൂ വീലറൊക്കെ വരുമ്പോൾ ആ ടയർമ പിടിച്ച് അകത്ത് കിടക്കുന്ന മണ്ണ് പുറത്തോട്ട് പോരുമല്ലോ. അതാണ് ഇതായി കണ്ട വെള്ള മണ്ണാണ് ഇത്, ചരൽ പോലത്തെ. അതും കൊണ്ടുവരുന്നേട്ടാ. പിന്നെ നമ്മൾ അകത്ത് വെച്ചേക്കണ ചെടിക്കൊന്നും വളമിട്ട് കൊടുത്തിട്ടില്ല. അകത്ത് നമുക്ക് ഈ ചെളി കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ, അതാണ് നമ്മൾ അകത്ത് വെച്ചേക്കണ ചെടിക്ക് വളമിട്ട് കൊടുക്കാത്ത. അകത്ത് എന്തെങ്കിലും ചേട്ടൻ പറഞ്ഞ് ആ മണ്ണൊന്ന് ചെളിയൊന്ന് ചരലൊന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊന്ന് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ദിവസം ചെയ്യണം. പിന്നെ ഈ ഇവിടുത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓണം വരുമ്പോൾ അപ്പോൾ ഈ കൊല്ലം നമുക്ക് ചെണ്ടുമല്ലി പൂവും വാടാമല്ലിയൊക്കെ പ്രതീക്ഷിക്കാം. അതിന് ഉള്ള കുറേയൊക്കെ തയ്യാറെടുപ്പുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത്ര ദിവസം വളമിടാതിരുന്നതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ അവിടെ വർക്ക് ചെയ്യണൊരു സാറ് പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പം തന്നെ വളമിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം തന്നെ വളമിട്ട് കൊടുത്താലേ ചെടി ചിലപ്പോൾ ചീത്തയായി പോകുന്നു, ഒന്ന് വേരോടി കഴിഞ്ഞിട്ട് വേണം വളമിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ അത്ര വലിയ നമ്മുടെ ചെടി വളം കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളല്ലാത്ത കെമിക്കൽ വളമല്ലല്ലോ ഇറങ്ങണം. എന്നാലും മരങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വളമിട്ട് കൊടുക്കണ്ടിട്ടാവുന്ന വേരോടിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൃഷി ചെയ്യുന്ന സാറാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് വിലക്കെടുക്കാമല്ലോ. അങ്ങനെ ഓരോന്നിനൊക്കെ അടക്ക ചേടുന്നത് ഒന്ന് അമർത്തി കൊടുക്കണേ കേട്ടോ. എന്ന് ചിലതൊക്കെ വീഴാനുള്ളൊരു പ്രവണത കാണിക്കുന്നുണ്ട്. അത് താഴത്തോട്ടൊന്ന് ശരിക്കും ഇരിക്കണമല്ലോ ഈ ചെടി. അങ്ങനെ മണ്ണ് കുറവായിരുന്നേ ഇങ്ങനെ ചാഞ്ഞിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. പിന്നെ അത് പൊങ്ങിക്കഴിയുമ്പോൾ എന്തെങ്കിലും ചരട എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതുമ്പോൾ താങ്ങാൻ പറ്റാത്ത പൂവ് ആണ് ഉണ്ടാവണത്. നമ്മുടെ എങ്ങനെയാണെന്ന് അറിയില്ല, പലയിടത്തൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയാണ് ചെടിക്ക് താങ്ങാൻ പറ്റാത്ത പൂവായിരിക്കും ഉണ്ടാവണത്. അപ്പോൾ അന്നേരം ഒന്ന് സംരക്ഷിക്കണം. പിന്നെ നമുക്കിവിടെ കാറ്റൊക്കെയാണ്, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ നോക്കും. അല്ലെങ്കിൽ പറ്റണ പോലെ അല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള മണ്ണ് ചേട്ടനങ്ങാട് കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അവിടെ പുല്ല് നമ്മൾ അങ്ങനെ വെട്ടിക്കളയാത്തെന്ന് വെച്ചാൽ അവിടുത്തെ പുല്ല് പോയി കഴിഞ്ഞാൽ ഈ മണ്ണൊലിച്ച് പോയി. അതാണ് ഈ പുല്ല് എന്ന് കഴിഞ്ഞാൽ പുല്ല് മണ്ണിനെ വിലയായിട്ട് പിടിച്ച് അവിടെ നിർത്തിക്കോളുമല്ലോ. പിന്നെ ഈ പൂ കണ്ട മിഠായി പോലെയൊക്കെയാണ് അല്ലേ, നല്ല രസം. കുഞ്ഞായിട്ട് നിൽക്കണേന് ഇതേ കേട്ടോ, മറ്റേ ചെറുത് നിൽക്കണേന് നല്ല മിഠായി പോലെ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ എടുത്തതാണ് അങ്ങനെ. പിന്നെ നമ്മുടെ ഈ മഴ പെയ്തപ്പോൾ നമ്മുടെ കാന്താരി മുളകുമ്മ കുറച്ച് മുളകുണ്ടായിട്ടുണ്ട്. ഇത്രയും നാളങ്ങനെ ഉണ്ടാവണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴ പെയ്തപ്പോൾ എനിക്ക് സന്തോഷമായിട്ടുണ്ടെന്നാണ്. ചെടികൾക്ക് എന്തൊക്കെയാലും സന്തോഷമുള്ള മഴയെന്ന് പറയണത്. നിങ്ങൾ സന്തോഷിക്കണം അങ്ങനെ. പിന്നെ ചേട്ടൻ ആ മണ്ണൊക്കെ അവിടെ കയറ്റിയിട്ട് കഴിഞ്ഞ് മമ്മട്ടി കണ്ട പുഴയിൽ കഴുകാനുള്ളൊരു എന്താ, പുഴയും ഇതും കൂടി അധികം വ്യത്യാസമില്ല. കാലം ആൾ കഴുകേണ്ട എന്ന് വെച്ചാൽ ഇപ്പം ഈ വെള്ളം നമുക്ക് നല്ല വെള്ളമാണ്, മലവെള്ളമല്ല, ഉപ്പ് വെള്ളമല്ല ഇത്. ഇപ്പം നമ്മൾ ഇതൊന്നും തുരുമ്പിക്കൊന്നുമില്ല, മമ്മട്ടിയൊന്നും തുരുമ്പിക്കൊന്നുമില്ല. ഈ വെള്ളത്തിലിട്ടാലൊന്നും മമ്മട്ടിക്കൊക്കെ ഒന്നും വരില്ല. പണ്ടൊക്കെ ഞങ്ങൾക്ക് മലവെള്ളം വരുമ്പോൾ ചീത്ത തുണികളൊക്കെ ഇതിലിട്ട് കഴുകുമായിരുന്നിട്ടാ. നമുക്ക് അന്നൊക്കെ വെള്ളക്ഷാമം ഉണ്ടാക്കുന്ന നാളിൽ.
പിന്നെ എൻ്റെ ഉച്ചക്കാലത്തെ കറികളാണ് കേട്ടോ, കൊഴുവക്കറിയാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ ഇത് ഒരു പുതിയൊരു കുക്ക് ടോപ്പാണ് കേട്ടോ, ഇൻഡക്ഷൻ കുക്കർ പോലെയല്ല ഇത്. എന്താ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പറഞ്ഞേ. ഇത് ഏത് പാത്രവും വെക്കാം, ഇരുമ്പിൻ്റെ ആയാലും പിന്നെ മംഗലായാലും എന്തും വെക്കാം. നമ്മുടെ വീട്ടിൽ സോളാർ വെച്ചപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഉപയോഗം ഒന്ന് നമുക്ക് കുറക്കണമല്ലോ. നമുക്ക് കൂടുതലും കറണ്ട് ഉപയോഗിക്കണമല്ലോ, എന്നാലല്ലേ നമുക്കതും കൂടെ ലാഭമുള്ളൂ. അങ്ങനെ ചേട്ടൻ നമുക്ക് ഒരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ട് അങ്ങനെ, പക്ഷേ ഒരെണ്ണം കൂടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പറഞ്ഞ് കണ്ടതിൽ എല്ലാ പാത്രങ്ങളും വെക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പോൾ പിന്നെ വേറെ നമ്മൾ പാത്രങ്ങൾ വാങ്ങിക്കണ്ടല്ലോ. പക്ഷെ അടി വരുന്ന പാത്രങ്ങളായിരിക്കണം കേട്ടോ. ഇത് അടി വരുന്നതല്ലാത്ത ഞാൻ ആ ഗ്രില്ലിൽ വെച്ചിട്ടാണ് അങ്ങനെ വെച്ചത്. ഇത് നല്ലൊരു സംഗതിയാണ് കേട്ടോ. പക്ഷേ സോളാറുള്ളവർക്ക് മാത്രം ഉപയോഗിക്കണിട്ട് നല്ലതല്ല, എങ്കിൽ ഭയങ്കര കറണ്ട് ആവശ്യം വരും. ഇപ്പം നമുക്ക് സോളാറായ കാരണം കുഴപ്പമില്ല, അതാണ് ഞങ്ങൾ ഉപയോഗിക്കണം. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇതും കൂടി നിർത്താനായിട്ട് ഇതും കൂടി എടുക്കേണ്ട. ചോറും കറിയും കൂടി ഇടുന്നതേ. ചോറുണ്ട്, അച്ചിങ്ങയുണ്ട്, കാലത്തെ പിന്നെ കൊഴുവക്കറി, പുഴയിൽ നിറ്റിയ കൊഴുവക്കറി, പിന്നെ കൊഴുവ വറുത്തത്. എന്നുവെച്ചാൽ വീഡിയോ എടുക്കുന്ന ആൾക്കും ഭക്ഷണം കഴിക്കണമല്ലോ, കാരണം ഞാനൊന്ന് കാണിച്ചിട്ട് നിർത്താമെന്ന് ഓർത്താണ്. പക്ഷേ ഞാനിത് മുഴുവൻ കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കൊഴുവ വറുത്തതിന് നല്ല ടേസ്റ്റായിരുന്നു. അച്ചിങ്ങയും മീൻകറിയൊക്കെ കൂടി ആയപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനത് മുഴുവൻ കഴിച്ചിട്ടാണ് നിർത്തിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.